ജോർജ് കുര്യൻ, അഭിനന്ദനങ്ങൾ. റിപ്പോർട്ടറിൻ്റെയും ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമിൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും ഒപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുമുള്ള അഭിനന്ദനങ്ങൾ ശ്രീ ജോർജ് കുര്യൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നന്ദിയുണ്ട് ശ്രീ ജോർജ് കുര്യൻ. അവസാനം ഞാൻ ജോർജ് കുര്യനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് വലിയ നിരാശയായിരുന്നു. അന്ന് ജോർജ് കുര്യൻ വളരെ തിരക്കിട്ട് ഒരു വാചകം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതാണ് അവസാനം. അത് ക്യാമ്പയിൻ നടക്കുന്ന സമയത്താണ്. പക്ഷെ പിന്നീട് എനിക്കാണ് തെറ്റുപറ്റിയതെന്ന് ഞാൻ പിന്നീടാണ് ആലോചിച്ചത്. അത് ഈ വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് ഗസ്റ്റിനെ വിട്ട് കിട്ടിയപ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ഗസ്റ്റിനെ തന്നൂടെ എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞ മറുപടി തൽക്കാലം അത് മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകർ സാധാരണ അങ്ങനെ ജോർജ് കുര്യൻ സംസാരിക്കുന്നതല്ല, വളരെ സൗഹൃദത്തിലാണ് സംസാരിക്കാറ്. ഞാനും ജോർജ് കുര്യൻ തമ്മിൽ അത്ര നല്ല സൗഹൃദവുമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു നോക്കിയപ്പോഴാണ് നരേന്ദ്രമോദിയുടെ വേദിയിൽ അങ്ങ് പരിഭാഷകനായിട്ട് വരുന്ന ദിവസമാണ് ഞാൻ അങ്ങേ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ ഒരു വിഷമത്തിന് ഞാൻ എന്നോട് തന്നെ സോറി പറയുന്നു, താങ്കളോടും. അപ്പോൾ ശ്രീ ജോർജ് കുര്യൻ, സ്ഥാനലബ്ധി എങ്ങനെയാണ് എന്നതറിയാൻ ഞങ്ങൾക്കൊരു കൗതുകമുണ്ട്. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ ഞങ്ങൾ പ്രവചിച്ചിരുന്നതാണ്, എല്ലാവർക്കും പ്രതീക്ഷിച്ചിരുന്നതുമാണ്. എപ്പോഴാണ് ഈ കോള് വരുന്നത്? എപ്പോഴാണ് ഡൽഹിയിൽ എത്താനായിട്ട് ആവശ്യപ്പെടുന്നത് BJP നേതൃത്വം? ഞാൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി, അത് കാണാൻ വേണ്ടി വന്നയാളാണ്. ഇന്നലെ രാവിലെ 8 മണിക്ക് ഡൽഹി എയർപോർട്ടിൽ വന്ന് ഫോൺ ഓൺ ആക്കിയപ്പോൾ ഒരു ഫോൺ വന്നു. ഒരു നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, വേറൊരു നേതാവിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ 9 മണിക്ക് മുമ്പ് എത്തണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ ആ നേതാവിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ആ നേതാവ് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള അവസരത്തിൽ വിളിക്കുന്നത് കേരളത്തിൽ നിന്ന് വന്നവരുടെ അറേഞ്ച്മെൻറ്റ് എന്തായി എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. പ്രാവശ്യം പറഞ്ഞത്, നിങ്ങൾ വർഷങ്ങളായിട്ട് പാർട്ടി വർക്ക് ചെയ്യുന്നയാളാണ്, 45 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്, പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നോട് മന്ത്രിയാകുന്ന കാര്യമൊന്നും അവിടുന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് വേറൊരു നേതാവിൻ്റെ വീട്ടിൽ പോയി, അവിടെ ഇതൊക്കെ പറഞ്ഞു. വേറൊരു നേതാവ് ഫോണിൽ വിളിച്ചു. പിന്നെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ വെച്ചാണ് ഈ മന്ത്രിയാകുന്ന കാര്യം എന്നോട് ഒഫീഷ്യലായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ പോലും എനിക്ക് പറയാൻ സാധിക്കാതെ വന്നത്. രാവിലെ തന്നെ ഉണ്ടായ ടിസ്റ്റാണ്. എന്താണ് സംഭവിക്കുന്നത്? BJP പ്രവർത്തകനായ BJP നേതാവായ ജോർജ് കുര്യനാണ്. ചെന്നിറങ്ങി 24 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ മറിഞ്ഞു. സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സഹമന്ത്രിയാണ് എന്ന വിവരമാണോ ആദ്യം അറിയിച്ചത്? അതെ. അല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന അവസരത്തിൽ അത് വ്യക്തമാവും. സഹമന്ത്രിയാണെന്ന് തന്നെ അത് മനസ്സിലാവും. ആ നിമിഷം എന്താണ് ശ്രീ ജോർജ് കുര്യൻ തോന്നിയത്? 44 വർഷം അങ്ങ് ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. കോട്ടയത്തും മൂവാറ്റുപുഴയിലും ഏറ്റവും ഒടുവിൽ പുതുപ്പള്ളിയിലും ഒക്കെ മത്സരിച്ചെങ്കിലും നമുക്കറിയാവുന്നതുപോലെ അവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ അങ്ങേക്കെതിരായിരുന്നു. പാർട്ടിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഇടങ്ങളിലൊക്കെ തന്നെയാണ് താങ്കൾ മത്സരിച്ചത്. പക്ഷേ ആ മത്സരത്തിലൊക്കെ മികച്ച പോരാട്ടം താങ്കൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പാർട്ടിയുടെ വോട്ട് നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പക്ഷേ ആദ്യമായി മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നുവെന്ന് കേൾക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്? അല്ല, ആദ്യത്തെ നേതാവ് തന്നെ എന്നോട് പറഞ്ഞു, സാധാരണ പ്രവർത്തകനും BJPയിൽ മന്ത്രിയാകാൻ സാധിക്കും എന്നുള്ള മെസ്സേജാണ് പാർട്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊരു ഓർഗാനിക് വർക്കറാണെന്നാണ് എന്നോട് പറഞ്ഞത്. സാധാരണ ഒരു പ്രവർത്തകൻ, അത് 45 വർഷമായിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നു. അതിനിടയിൽ അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുകയോ ഒന്നും പ്രതീക്ഷിക്കുകയും ചെയ്തില്ല. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ട്. അത് മാത്രമേ പാർട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രധാനമന്ത്രിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ അവസരത്തിൽ യുവമോർച്ചയുടെ കാലഘട്ടത്തിൽ എനിക്ക് 93 മുതൽ നരേന്ദ്രമോദിജി അറിയാം. അദ്ദേഹം യുവമോർച്ചയുടെ ചാർജ് ഉണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ. അന്ന് ഞാൻ യുവമോർച്ചയുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ PM ഹൗസിൽ വെച്ച് സംസാരിച്ച അവസരത്തിൽ അന്നത്തെ ചില കാര്യങ്ങൾ പറയുകയും തമാശ പറയുകയൊക്കെ ചെയ്തു മോഡിജി. അപ്പോഴാണ് അദ്ദേഹം അതൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമായിട്ടാണ് ശ്രീ ജോർജ് കുര്യൻ ഇതിനെ കാണുന്നത്, അല്ലേ? അതെ, പാർട്ടിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പ്രവർത്തകർക്കുള്ള മെസ്സേജ് എന്നുള്ളതാണ്, സാധാരണ പ്രവർത്തകർക്കുള്ള മെസ്സേജ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.